മുന്നിൽ നിൽക്കുന്നവനെ കാണെ പാർവതിയും അമ്മുവും ഭയന്ന് വിറച്ചു. അവൻ ഇന്ന് വരില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അമ്മുവിനെ റൂമിന് വെളിയിൽ ഇറങ്ങാൻ തന്നെ പാർവതി സമ്മതിച്ചത്. എന്നാൽ വരില്ലെന്ന് കരുതിയവനെ അപ്രതീക്ഷിതമായി മുന്നിൽ കണ്ടപ്പോൾ തെല്ലൊന്നുമല്ല അവർ രണ്ടുപേരും ഭയന്നത്. അമ്മയുടെയും കൂടെയുള്ളവളുടെയും പേടിയും വെപ്രാളവും കണ്ടപ്പോൾ ദീപുവിന് ശരിക്കും ചിരിയാണ് വന്നത്. എങ്കിലും എപ്പോഴുമുള്ള ഗൗരവം ഒട്ടും വിടാതെ രണ്ടുപേരെയും ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോയി. ഹാവോ, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. ദീപു ഒന്നും പറയാതെ പോയപ്പോൾ പാർവതി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. പക്ഷെ അമ്മേ, ആൾക്ക് നല്ല ദേഷ്യമായിട്ടുണ്ട്. അതല്ലേ ഒന്നും മിണ്ടാതെ പോയത്. ദീപുവിന്റെ നോട്ടത്തിനു മുന്നിൽ നന്നായി പേടിച്ചിരുന്നു അമ്മു. ഏയ്, ഇനി ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഞാൻ പോയി ഒരു ചായ കൊടുത്തു നോക്കട്ടെ. ദേഷ്യമുണ്ടെങ്കിൽ അവനത് വേണ്ടെന്ന് പറയും. അത്രയും പറഞ്ഞ് പാർവതി ചായ തിളപ്പിക്കാൻ വെച്ചു. അമ്മു അതിൽ പാകത്തിന് മധുരവും പൊടിയുമിട്ട് ഒരു കപ്പിലാക്കി കൊടുത്തു. ചായയുമായി പാർവതി ചെല്ലുമ്പോൾ ദീപു എന്തോ ഫയൽ ചെക്ക് ചെയ്യുകയായിരുന്നു. മോനെ, ദാ ചായ കുടിക്കേ. താൻ റൂമിൽ വന്നതറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്നവനോട് പാർവതി പറഞ്ഞു. അവിടെ വെച്ചേക്ക്, ഞാൻ കുടിച്ചോളാം. തല ഉയർത്താതെ മറുപടി പറയുന്നവന്റെ അടുത്തേക്ക് പാർവതി ചെന്നിരുന്നു. ഡാ, ആ കൊച്ച് എത്ര നാളായി റൂമിന് വെളിയിലിറങ്ങിയിട്ട്? ഇപ്പോ അതിന് ആരോഗ്യത്തിന് കുറവൊന്നുമില്ലല്ലോ. അതാ അവള് നിർബന്ധിച്ചപ്പോ ഞാൻ പുറത്തിറങ്ങിക്കോളാൻ പറഞ്ഞത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മയുടെ തുറന്നു പറച്ചിലിൽ അവന് ചിരിയാണ് വന്നത്. പിന്നെന്തിനാ നീ ഞങ്ങളെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നത്? മുഖത്ത് ഒരു പരിഭവം വരുത്തിക്കൊണ്ട് പറയുന്ന അമ്മയെ ഇടം കണ്ണിട്ട് നോക്കിയവൻ. എന്റെ പാറുക്കുട്ടി, ഞാൻ വരുമ്പോ നിങ്ങൾ രണ്ടാളും നല്ല കത്തിയടിയായിരുന്നു. ഞാൻ ഒരു മോൻ ഇവിടെ ഉണ്ടായിട്ടും എത്ര കാലമായി അമ്മ ഇങ്ങനെ ചിരിച്ചു കണ്ടിട്ട്. അത് കണ്ടപ്പോ അറിയാതെ നോക്കി നിന്നു പോയതാ. അല്ലാതെ എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല. സത്യാണോ നീ പറയുന്നത്? ഞാൻ കരുതേ നിനക്ക് അവള് പുറത്തിറങ്ങിയത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അവളും ആകെ പേടിച്ചിരിക്കുക. പാവം എന്റെ മോള്. അയ്യോ, എന്താ ഒരു സ്നേഹം! അവള് വന്നേ പിന്നെ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിന് പോലും കുറവ് വന്നോന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മയുടെ മലയെ തല ചായ്ച്ചു കിടന്നുകൊണ്ട് ദീപ് പറഞ്ഞപ്പോൾ അറിയാതെ പാർവതിയുടെ കണ്ണു നിറഞ്ഞു. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കിപ്പോ നീയും അവളും ഒരുപോലെയല്ലടാ. എത്ര ആഗ്രഹിച്ചതാണെന്നോ ഞാനും നിന്റെ അച്ഛനും ഒരു പെൺകുട്ടിയെ. 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമല്ലേ നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. വീണ്ടും ഒരു കുഞ്ഞിനു വേണ്ടി എത്ര ആഗ്രഹിച്ചിട്ടും ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല. അപ്പോഴൊക്കെ നിന്റെ അച്ഛൻ പറയും, നാളെ നമ്മുടെ ദീപുമോൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവരുമല്ലോ, ഒരു മോളില്ലാത്തതിന്റെ കുറവ് നമുക്ക് അങ്ങനെ പരിഹരിക്കാമെന്ന്. ഒരു മകൾക്കായി കരുതി വെച്ച സ്നേഹം മുഴുവനും അവൾക്ക് മാത്രമായി നൽകാമെന്ന്. പറഞ്ഞു തീരുമ്പോഴേക്കും പാർവതിയുടെ കണ്ണിൽ നിന്നും പുറത്തേക്ക് ചാടിയ കണ്ണീർ തുള്ളികൾ ദീപുവിന്റെ കവിളിൽ പതിച്ചിരുന്നു. പ്രതീക്ഷിക്കാതെ ഒരു മകളെ കിട്ടിയതിന്റെ സന്തോഷം കണ്ടാണോ, അതോ അവളെ കാണാൻ തന്റെ ഭർത്താവ് കൂടെയില്ലാത്തതിന്റെ സങ്കടമാണോ അപ്പോൾ അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നത് എന്ന് ദീപുവിന് മനസ്സിലായില്ല. അമ്മേ, അമ്മ എന്തിനാ ഇപ്പൊ കരയുന്നേ? മടിയിൽ നിന്നും എഴുന്നേറ്റ് അവൻ അമ്മയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അമ്മേ, അമ്മ എന്തൊക്കെയായി പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അവൾ ആരാണെന്ന് നമുക്കോ അവൾക്കോ അറിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ അവൾ ഇവിടെ നിന്നും പോകും എന്നമ്മക്കറിയില്ലേ? ദീപുവിന്റെ വാക്കുകൾ നെഞ്ചിൽ കനൽ കോരിയിടുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. ദീപു, അങ്ങനെയൊന്നും പറയല്ലടാ. അവളിപ്പോ എന്റെ മോളാ. ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. പിന്നെ നീ പറഞ്ഞതുപോലെ അവൾക്ക് ഓർമ്മകൾ തിരികെ ലഭിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലും എന്നെ വിട്ട് അവൾ ഒരിക്കലും തിരികെ പോകില്ലെന്ന് എനിക്കുറപ്പുണ്ട്. നീയും കേട്ടതല്ലേ നന്ദൻ പറഞ്ഞത്?
അവളെ കിട്ടുമ്പോ മുഖത്തൊക്കെ തല്ലിയതിന്റെ പാടുകളുണ്ടെന്ന്, അവളെ ആരോ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് അവൾ ഇനിയും തിരികെ പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനിയൊന്നും ദീപുവിനെ പറയാൻ അനുവദിക്കാതെ പാർവതി റൂമിന് വെളിയിലിറങ്ങി. ഇല്ലെങ്കിൽ ചിലപ്പോ അമ്മ തിരികെ പോകുന്നതിനെ കുറിച്ച് തന്നെയാവും അവന് പറയാനുണ്ടാവുക എന്ന് പാർവതിക്ക് നന്നായി അറിയാം. അതൊരിക്കലും കേൾക്കാനും അവർ ആഗ്രഹിക്കുന്നില്ല. അമ്മോ എന്റെയാണ്, എന്റെ മാത്രം മോള്. അവളെ ഇനി ഒരിക്കലും തന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ ആരെയും അനുവദിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു പാർവതി അപ്പോൾ. എങ്കിലും ദീപുവിന് ഉറപ്പുണ്ടായിരുന്നു അവളെ ആരെങ്കിലുമൊക്കെ അന്വേഷിച്ചു വരുമെന്ന്. അവളെ തിരികെ കൊണ്ടുപോയാൽ തന്റെ അമ്മയുടെ അവസ്ഥ പഴയതിലും മോശമാകുമെന്ന് അവനും അറിയാം. അത്രയേറെ അവരിപ്പോൾ അമ്മുവിനെ സ്നേഹിക്കുന്നുണ്ട്. കൊടുക്കാൻ മാറ്റിവെച്ച മുഴുവൻ സ്നേഹവും വാരിക്കോരിക്കൊടുത്ത് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് അവളെ. എന്നാൽ ഇതേ സമയം തന്റെ ജീവൻ എവിടെയാണെന്ന് അറിയാനുള്ള ഓട്ടപ്പാച്ചലിലായിരുന്നു ഷാനു അപ്പോൾ. അവളെ തട്ടിക്കൊണ്ടുപോയ ഗോഡൌൺ മുഴുവൻ ഷാനു അരിച്ചുപെറുക്കി. അവിടെ അവൻ ലിയയെ അജു കെട്ടിയിട്ട ചെയറും മറ്റും കണ്ടിരുന്നു. അവൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടതാവുമെന്ന് അവനപ്പോൾ മനസ്സിലായി. പക്ഷേ എവിടെയാണവൾ? എവിടെയാണെങ്കിലും എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? അവൾക്കറിയില്ലേ എനിക്ക് അവളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ലെന്ന്. ഇനി അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ? ആ ഒരു ചിന്ത മനസ്സിൽ തോന്നിയപ്പോൾ തന്നെ ഷാനുവിന്റെ ഹൃദയം 10 മടങ്ങിലും കൂടുതലായി മിടിക്കാൻ തുടങ്ങി. കൂടുതൽ അവിടെ നിൽക്കാതെ അവൻ വേഗം പുറത്തിറങ്ങി. ഈ ബിൽഡിങ്ങിന് നാലുപാടും കാടാണ്. ഇതിലേത് വഴിയിൽ കൂടിയാവും അവൾ ഓടിയിട്ടുണ്ടാവുക? ഷാനു ചുറ്റോടും കണ്ണോടിച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഒരു ഭാഗത്തേക്ക് നടന്നു. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവൻ മുന്നിലെന്തോ തിളങ്ങുന്നത് പോലെ തോന്നി. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ഒരു പാദസരമായിരുന്നു. അത് കയ്യിലെടുത്തപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. താൻ അവൾക്കായി സമ്മാനിച്ചതായിരുന്നു അത്. അവനത് നെഞ്ചോട് ചേർത്ത് ഉറക്കെ പൊട്ടിക്കരഞ്ഞു. പിന്നീട് മുന്നോട്ട് ഓടുകയായിരുന്നവൻ അവളുടെ പേരും വിളിച്ചുകൊണ്ട്. ആ കാട്ടിലൂടെ അവൾ എങ്ങനെ ഒറ്റയ്ക്ക് നിന്നു എന്ന് അവന് ചിന്തിക്കാൻ പോലുമായില്ല. ഏറെ ദൂരം മുന്നോട്ട് ചെന്നിട്ടും അവന് ഒന്നും കണ്ടെത്താനായില്ല. ഒടുക്കം തളർന്നുകൊണ്ടവൻ അവിടെ ഇരുന്നു പോയി. ഇനി എന്തു ചെയ്യും എന്നറിയാതെ മുഖം പൊത്തി കരഞ്ഞു കുറെ നേരം. ഇനിയൊരിക്കലും തന്റെ ലയയെ കാണാൻ പറ്റില്ലേ എന്ന ചോദ്യം അവനുള്ളിൽ നിറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് താൻ ഇരിക്കുന്ന പാറയ്ക്ക് മുകളിൽ രക്തക്കര കണ്ടത്. അതോടെ അവനുള്ളിൽ ഭയം ഒന്നുകൂടി ശക്തി പ്രാപിച്ചു. കൂടുതൽ അവൻ ആ പ്രദേശം പരിശോധിച്ചു. അവിടെ നിന്നും മുന്നോട്ടുള്ള വഴികളിൽ അതേ രക്തക്കറ അവനെ കാണാൻ സാധിച്ചു. ഒടുക്കം മുന്നോട്ട് വെച്ച കാൽ ഒരു നെഞ്ചിടിപ്പോടെയാണ് പിറകോട്ട് വലിച്ചത്. കാരണം മുന്നിലുള്ളത് ഒരു താഴ്ചയാണ്. ഒരു വേള അവൻ അതിലേക്ക് വീണു പോകേണ്ടതായിരുന്നു. ലിയ താഴേക്ക് വീണിട്ടുണ്ടാകും എന്ന് മനസ്സിലായപ്പോൾ അവന് തല ചുറ്റുന്നതുപോലെ തോന്നി. എത്ര നേരം അവളുടെ പേര് വിളിച്ച് അലറി എന്നവന് തന്നെ നിശ്ചയമില്ല. ഒടുക്കം അവന്റെയും ബോധം നശിച്ചു. മുഖത്ത് വെള്ളം വീണപ്പോഴാണ് ഷാനു കണ്ണു തുറന്നത്. ചുറ്റും ഇരുട്ടായിരുന്നു. മഴ ശക്തിയായി പെയ്യുന്നുണ്ട്. സമയം രാത്രിയായെന്ന് അവന് മനസ്സിലായി. ഫോണിന്റെ വെട്ടത്തിൽ തിരിച്ചു നടക്കുമ്പോൾ പല മൃഗങ്ങളുടെയും ശബ്ദം അവനെ ഭയപ്പെടുത്തി. ഒടുക്കം അവൻ ആ ഗോഡൌണിന് മുന്നിൽ തന്നെ വന്നെത്തി. കാറിൽ കയറി സ്റ്റിയറിംഗിൽ തല ചേർത്തിരുന്നപ്പോൾ അവൻ അലയടിച്ച് കരയുകയായിരുന്നു. എവിടെയെങ്കിലും തന്റെ പെണ്ണ് ജീവനോടെ ഉണ്ടാവണേ എന്നൊരൊറ്റ പ്രാർത്ഥന മാത്രമേ അവനുള്ളിൽ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ആ ചുരം ഇറങ്ങുമ്പോഴാണ് ചിലപ്പോൾ ആ താഴ്ചയിൽ കൂടി ലിയ റോഡിലേക്ക് വീണിട്ടുണ്ടാവും എന്നവന് തോന്നിയത്. അതുകൊണ്ട് തന്നെ വേഗം ആ പരിസരങ്ങളിലുള്ള ഹോസ്പിറ്റലിൽ അവൻ അന്വേഷണം ആരംഭിച്ചു. എങ്കിലും നിരാശയായിരുന്നു ഫലം. മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടും അവൻ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. എന്നെങ്കിലും തന്റെ പെണ്ണിനെ കണ്ടെത്താനാവുമെന്ന് അവന്റെ മനസ്സിൽ നിന്നാരോ ഉരുവിടുന്നത് പോലെ അവന് തോന്നി. ഷാനു, ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവനെ ഉമ്മാമ വിളിച്ചു.
അവനും ഒന്നും മിണ്ടാതെ അവരുടെ റൂമിലേക്ക് ചെന്ന് അവർക്കരികിലായിരുന്നു. മോനെ, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കാതെ പറയുന്നതാണെന്ന് കരുതരുത്. എന്തൊക്കെ പറഞ്ഞാലും ആമിന ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. പക്ഷേ അതിന്റെ പേരിൽ ഈ മാസക്കാലം അത്രയും അവളോട് ഒന്ന് ഉരിയാടാതെയും ആ മുഖത്തേക്ക് നോക്കാതെയുമുള്ള ശിക്ഷ തന്നെ ധാരാളമാണ്. അവൾ അങ്ങനെയൊക്കെ ലിയമോളോട് ചെയ്തത് നിനക്ക് നല്ലൊരു പെണ്ണിനെ ഭാര്യയായി കൊണ്ടുവരാനാണ്. അവൾക്ക് എന്നും പ്രിയപ്പെട്ടത് നീ മാത്രമാണ്. ആ നീ അവളോട് കാണിക്കുന്ന ഈ അവഗണനകൾ തന്നെ അവൾക്ക് വേദനിക്കാൻ ധാരാളമാണ്. ഇനിയെങ്കിലും നീ അവളോടൊന്ന് ക്ഷമിക്കുമോനെ. ഷാനുവിന്റെ കൈപിടിച്ച് അപേക്ഷിക്കും പോലെ ഉമ്മാമ പറഞ്ഞതും അവൻ ആ കൈ ഉടൻ തന്നെ പിൻവലിച്ച് അവിടെ നിന്നും എഴുന്നേറ്റു. ഒരുപക്ഷെ അവളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ ഞാൻ അവരോട് ക്ഷമിച്ചെന്ന് വരും. പക്ഷേ അവളെ കണ്ടു കിട്ടാത്തിടത്തോളം കാലം അവരോട് പൊറുക്കാനും ക്ഷമിക്കാനും എനിക്കാവില്ല. ഇനിയൊരിക്കലും ആരും ഈ കാര്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരണമെന്നില്ല. ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നവനെ വാതിൽ മറവിലിരുന്ന് ആമിന കണ്ടു. ഇനിയൊരിക്കലും അവൻ തന്നോട് പൊറുക്കില്ലെന്ന് അപ്പോൾ അവർക്ക് തോന്നി. എത്രയും പെട്ടെന്ന് ലിയ തിരിച്ചു വരണേ എന്നവർ മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചു. അവളിൽ നിന്നും അകറ്റാൻ ശ്രമിച്ച തന്റെ മകനിപ്പോ അകന്നിരിക്കുന്നത് താനുമായാണെന്ന് ഓർക്കും തോറും അവരുടെ കണ്ണുനീർ ചാലിട്ടൊഴുകാൻ തുടങ്ങി. ആകെ പ്രതീക്ഷയായിരുന്നു ഉമ്മാമ പറഞ്ഞാൽ അവൻ കേൾക്കുമെന്നുള്ളത്. എന്നാൽ ഇന്ന് അതും നഷ്ടപ്പെട്ടു. ആമിനയുടെ അവസ്ഥയിൽ അബ്ദുള്ളക്കും നല്ല വിഷമമുണ്ടായിരുന്നു.